Meet the editors. അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുന്നുവെന്നാണ് ചോദ്യം. മഹാരാഷ്ട്ര തുടർച്ചയായിട്ട് പാകിസ്ഥാൻ പ്രകോപിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് അതിർത്തിയിൽ പലയിടങ്ങളിലും ഷെല്ലാക്രമണം നടക്കുന്നു. സിംല കരാർ പിൻവലിച്ചതിനെ തുടർന്ന് കുപ്വാരയിൽ, ബാരാമുള്ളയിൽ, ഉറി സെക്ടറിൽ, പൂഞ്ച് സെക്ടറിൽ ഒക്കെ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഷെല്ലാക്രമണം ഉണ്ടാകുന്നു. ഇന്ത്യൻ സേന ശക്തമായിട്ട് ചെറുത്ത് നിൽക്കുകയും ചെയ്യുന്നു. അതിനിടയിലാണ് ഇന്നിപ്പോൾ റെയിൽവേ വകുപ്പ് മന്ത്രി ഹനീഫ് അബ്ബാസിയുടേതായി വന്നിരിക്കുന്ന പ്രസ്താവന വരുന്നത്. ആ മിസൈലുകൾ ഇന്ത്യക്ക് നേരെയാണ്, വെള്ളം തന്നില്ലെങ്കിൽ ആക്രമണത്തിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. അന്തർദേശീയ സമൂഹം പാകിസ്ഥാനെ ഏറെക്കുറെ ഒറ്റപ്പെടുത്തിയ മട്ടാണ്. പക്ഷേ ഇപ്പോഴും പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. പ്രകോപനം തുടരുകയാണ് എന്ന് മാത്രമല്ല, അതൊരു അപകടകരമായ നില കൈവരിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്കതിൻ്റെ ഈ സംഭവങ്ങളുടെ ഒരു ടൈം ലൈൻ എടുത്തു നോക്കൂ. എങ്ങനെയാണ് ഈ പഹൽഗാം ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്? യഥാർത്ഥത്തിൽ ഒരു വലിയ പ്രകോപനം സംഭവിക്കുന്നത് ഏപ്രിൽ 16 തീയതിയാണ് അല്ലേ? ഈ മാസം 16 ഇസ്ലാമാബാദിൽ ഓവർസീസ് പാകിസ്ഥാനികളുടെ ഒരു കൺവെൻഷനിൽ വെച്ച് ജനറൽ അസീം മുനീർ നടത്തുന്ന പ്രസംഗമല്ലേ ആദ്യത്തെ പ്രകോപനം എന്ന് പറയുന്നത്? ആ പ്രസംഗത്തിൻ്റെ മറ്റു ഭാഗങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഒരു വരി മാത്രം എടുത്തു നോക്കിക്കേ. എന്താണ് അസീം മുനീർ പറഞ്ഞത്? പാകിസ്ഥാൻ്റെ ബ്രദേഴ്സാണ് ഈ പറയുന്ന ജമ്മു കാശ്മീരിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവർ എന്നാണ് പറഞ്ഞത് അല്ലേ? ഇന്ത്യൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവരെല്ലാവരും പാകിസ്ഥാൻ്റെ സഹോദരങ്ങളാണ്, ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതിനപ്പുറത്തൊരു പ്രകോപനമുണ്ടോ? അതൊരു ക്യൂ ആയിരുന്നില്ലേ? അതിനൊരു ഡോഗ് വിസിലായിട്ടല്ലേ നമ്മൾ കാണേണ്ടത്? കൃത്യമായൊരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ അസീം മുനീർ ആ പ്രസംഗത്തോട് നൽകിയത്. എന്തായിരുന്നു അസീം മുനീറിൻ്റെ പ്രശ്നം? അസീം മുനീറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആ രാജ്യത്ത് മുഖം നഷ്ടപ്പെട്ട ഒരു ആർമിയുടെ മേധാവിയായിട്ട് അയാൾ നിൽക്കുകയാണ് എന്ന് മാത്രമല്ല, അസീം മുനീറിൻ്റെ ഒരു ചരിത്രമുണ്ട്. ഈ പുൽവാമ സംഭവം നടക്കുന്നുണ്ടല്ലോ, 2019 പുൽവാമ അറ്റാക്ക്. ആ സമയത്ത് ISIയുടെ മേധാവിയാണ് ഈ അസീം മുനീർ എന്ന് പറയുന്ന ആൾ. ISI എന്ന് പറയുന്നത് പാകിസ്ഥാൻ ചാരസംഘടനയാണ്. ഇന്ത്യയിൽ പലതരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു സേനാ വിഭാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ ISI എന്ന് പറയുന്നത്. ആ ISIയുടെ മേധാവിയായിട്ടിരുന്ന ആളാണ്, പുൽവാമ ആക്രമണത്തിൻ്റെ കാലത്തിൽ മേധാവിയായിട്ടിരുന്ന ആളാണ് അസീം മുനീർ. അസീം മുനീറിൻ്റെ ഏറ്റവും വലിയ പരാതി എന്തായിരുന്നു എന്നറിയാമോ? അന്ന് പാകിസ്ഥാൻ്റെ ജനറൽ ആരായിരുന്നു എന്നറിയാമോ? ജനറൽ ബാജ്വ ആയിരുന്നു. ജനറൽ ബാജ്വയോടുള്ള അസീം മുനീറിൻ്റെ പ്രതിഷേധം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ് ബാജ്വ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാര്യത്തിൽ, കാശ്മീരിൻ്റെ കാര്യത്തിൽ സോഫ്റ്റായ സമീപനം എടുക്കുന്ന ആളാണ് പാകിസ്ഥാൻ്റെ ജനറലായിരുന്ന ബാജ്വ എന്നുള്ള വിമർശനം ഉന്നയിച്ചിട്ടുള്ള ആളാണ്. ആ അർത്ഥത്തിലൊക്കെ ഒരു തീവ്രവാദ സ്വഭാവം വെച്ച് പുലർത്തുന്ന ആളാണ് ഇന്ന് പാകിസ്ഥാൻ ആർമിയുടെ ജനറലായിട്ടിരിക്കുന്ന അസീം മുനീർ എന്ന് പറയുന്നത്. ആ അസീം മുനീറാണ് ആദ്യത്തെ പ്രകോപനം ഏപ്രിൽ 16 നടത്തുന്നത്. ആ പ്രകോപനം ഒരു ക്യൂ ആയിട്ട് എടുത്തുകൊണ്ട്, സൂചനയായിട്ട് എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണ്. ആ അറ്റാക്കിൽ 26 ജീവനുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ഒരു ചെറിയ കാര്യമല്ല. ആ പ്രകോപനം തന്നെയായിരുന്നു അതിൻ്റെ ആ ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്. പിന്നീട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ നിര ആയി നിന്നിട്ട് പ്രകോപിപ്പിക്കുകയാണല്ലോ. പിന്നീട് പെട്ടെന്ന് തന്നെ അടുത്ത പ്രസ്താവന വരുന്ന ആരുടെയാണ്? പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖ്വാജ ആസിഫിൻ്റെയാണ്. ഖ്വാജ ആസിഫ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയാണ്, ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്, ഒരു പൊളിറ്റിക്കൽ പൊസിഷനാണ് പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരാളാണ്. പ്രകോപനം സൃഷ്ടിക്കേണ്ട ആളല്ല ഖ്വാജ ആസിഫ്. പക്ഷേ ഖ്വാജ ആസിഫ് ഒരു അന്തർദേശീയ മാധ്യമത്തിൽ കൊടുക്കുന്ന അഭിമുഖത്തിൽ പറയുന്ന കാര്യം എന്താ അറിയോ? there is going to be an all out war എന്നാണ്. there is going to be an all out war. ഇതാ യുദ്ധത്തിലേക്കാണ് ഞങ്ങൾ പോകാൻ പോകുന്നതെന്നാണ്. അത് ചെറിയൊരു പ്രകോപനമാണോ? അതിനുശേഷം പിന്നെ ഫോറിൻ മിനിസ്റ്റർ എന്താ പറഞ്ഞത്? അതും പ്രധാനപ്പെട്ട പോസ്റ്റല്ലേ. ഒരു രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രി ഒരു യുദ്ധ സമാനമായ സാഹചര്യം നിൽക്കുമ്പോൾ പറയേണ്ട വാക്കുകളാണ് പറഞ്ഞത്. ടിറ്റ് ഫോർ ടാറ്റ് എന്നാണ് പറഞ്ഞത്. ഫോറിൻ മിനിസ്റ്റർ പറയുന്നത് അടിക്ക് തിരിച്ചടി എന്നാണ് പറഞ്ഞത്. ഈ രീതിയിലല്ലേ പ്രകോപനപരമായിട്ട് ഓരോ ദിവസവും ഉത്തരവാദിത്തപ്പെട്ട ഓരോ രാഷ്ട്ര നേതാക്കൾ പാകിസ്ഥാൻ്റെ നിരന്നു നിന്ന് പ്രസ്താവനകൾ നടത്തിയത്? ഇന്നിപ്പോൾ കേട്ടത് എന്താ? 130 മിസൈലുകൾ കാഴ്ചയ്ക്ക് ഞങ്ങൾ വെച്ചിരിക്കുകയല്ല എന്നാണ് പറയുന്നത്. ആരാ പറയുന്നത്? അവിടുത്തെ റെയിൽവേ മന്ത്രി. 130 മിസൈലുകളും ഉന്നം വെച്ചിരിക്കുന്ന ആരെയാണെന്ന് കൂടി അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഒരു അന്താരാഷ്ട്ര രഹസ്യമാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 130 മിസൈലുകളും. അവർക്ക് ഒട്ടേറെ അതിർത്തി രാജ്യങ്ങളുണ്ട് കേട്ടോ. അവിടെ ഇറാനുണ്ട്, റഷ്യയുണ്ട്, ചൈനയുണ്ട്. അങ്ങോട്ടേക്ക് ഒന്നും തിരിച്ചു വെച്ചിട്ടില്ല. ഇന്ത്യയിലേക്കാണ് ഈ 130 മിസൈലുകളും തിരിച്ചു വെച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ കാണാൻ വെച്ചിരിക്കുന്നതല്ല എന്ന് പറയുന്നത് അവിടുത്തെ റെയിൽവേ സഹമന്ത്രിയാണ്. അവിടുത്തെ മറ്റു പാർട്ടികൾ നിശബ്ദത പാലിക്കുന്നുണ്ട്. ഇന്നലെ ബിലാവൽ ഭൂട്ടോ എന്താ പറഞ്ഞത്? നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളം തന്നില്ലെങ്കിൽ ഇന്ത്യക്കാരുടെ രക്തം ഒഴുക്കും എന്നാണ്. ഈ രീതിയിലുള്ള പ്രകോപനപരമായ പ്രസ്താവനകളാണ് എല്ലാ ദിവസവും പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ഔദ്യോഗികമായും അനൗദ്യോഗികമായും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഇന്ത്യ കാണിച്ചൊരു മര്യാദ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒറ്റയാൾ മാത്രമാണ് ഈ സമയത്ത് സംസാരിച്ചത്. അത്
ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതും 3 പാരഗ്രാഫ്, അത് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. 3 പാരഗ്രാഫ് ബീഹാറിൽ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് തിരഞ്ഞെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കാനുള്ള കാര്യം എന്താ? അദ്ദേഹം അഭിസംബോധന ചെയ്തത് അന്താരാഷ്ട്ര സമൂഹത്തെയാണ്. അന്താരാഷ്ട്ര സമൂഹത്തോട് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാൻ ബാധ്യതപ്പെട്ട ആളല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇത്തരത്തിലുള്ള ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായാൽ കീപ്പിംഗ് ദി മം എന്ന് നമ്മൾ അറിയത്തില്ല, നിശബ്ദമായിരിക്കാൻ കഴിയുന്ന ഒരാളല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പാകിസ്ഥാനെതിരായിട്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നരേന്ദ്രമോദി വാക്ക് പാകിസ്ഥാൻ ഉച്ചരിച്ചിട്ടേ ഇല്ല ആ പ്രസംഗത്തിൽ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തീവ്രവാദി അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു, ഒരു ടെററിസ്റ്റിനെയും വെറുതെ വിടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭീകരവാദികളെ വെറുതെ വിടില്ല എന്ന് മാത്രമല്ല, ഭീകരവാദികളുടെ ബാക്കേഴ്സിനെയും വെറുതെ വിടില്ല. ഇന്ന് മൻ കി ബാത്തും അങ്ങനെ തന്നെയാണല്ലോ. വളരെ കൃത്യമായ വേർഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. ആരെയും പ്രകോപിപ്പിക്കുന്ന ഒന്നും തന്നെ നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല. കൃത്യമായി കാര്യം പറഞ്ഞിരിക്കുന്നു. ആ കാര്യം പറഞ്ഞിരിക്കുമ്പോൾ പോലും പാകിസ്ഥാനെതിരായിട്ട് സംസാരിക്കുന്നില്ല. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, 2009 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം ഉണ്ടായല്ലോ. 2009 വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ആക്രമണത്തിന് ശേഷം പിന്നെ ഒസാമ ബിൻ ലാഡനെ അമേരിക്ക കൊന്നില്ലേ? എവിടെ വെച്ചാൽ കൊന്നത്? അമേരിക്ക കൊന്നത് അബോട്ടാബാദിൽ വെച്ചിട്ടില്ലേ? ഈ അബോട്ടാബാദ് എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്? പാകിസ്ഥാനിലല്ലേ? അത് പാകിസ്ഥാനെതിരായിട്ട് അമേരിക്ക നടത്തിയിട്ടുള്ള ഒരു ആക്രമണമല്ലല്ലോ, ഒരു വാറല്ലല്ലോ. അതൊരു ടെററിസ്റ്റിനെതിരായിട്ട്, ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനെതിരായിട്ട് നടത്തിയിട്ടുള്ള ആക്രമണമാണ്. അതിനെ ലോകം എവിടെയും പറഞ്ഞിട്ടില്ല അമേരിക്ക പാകിസ്ഥാൻ യുദ്ധം എന്ന്. നമ്മൾ പറഞ്ഞത് അതാണെന്നേ, പാകിസ്ഥാനിലെ ടെററിസ്റ്റ് ക്യാമ്പുകളെ ഇല്ലാതാക്കും, ടെററിസ്റ്റ് ട്രെയിനിങ് ക്യാമ്പുകളെ ഇല്ലാതാക്കും, ആ ടെററിസ്റ്റ് നേതാക്കളെ ഇല്ലാതാക്കും, അവർക്ക് പിന്തുണ നൽകുന്നവരെ ഇല്ലാതാക്കും. അതൊരു രാജ്യത്തിനെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമല്ല. 2024 ജനുവരിയിൽ ഇറാൻ പാകിസ്ഥാനെതിരെ എയർ സ്ട്രൈക്ക് നടത്തിയല്ലോ. ബലൂചിസ്ഥാനിലാണ് എയർ സ്ട്രൈക്ക് നടത്തിയത്. നമ്മൾ മീഡിയ ഡിറ്റേഴ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വലിയൊരു അന്തരീക്ഷമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത് ഏഷ്യയിൽ. കാരണം എന്താ? ഇറാനെ ഇപ്പോൾ ഒരു ഇസ്ലാമിക് രാഷ്ട്രമാണ് ബലൂചിസ്ഥാനിലേക്ക് എയർ സ്ട്രൈക്ക് നടത്തിയത്. കാര്യം എന്താ? ബലൂചിസ്ഥാനിലെ തീവ്രവാദികൾ അവർ സുന്നികളാണ്, അവർ ഷിയാസിനെതിരായിട്ട് ഇറാനിലേക്ക് ഭീകരാക്രമണം നടത്തി. അതിനാണ് തിരിച്ചടി ഉണ്ടായത്. അപ്പോൾ നമ്മൾ പറഞ്ഞോ ഇറാനും പാകിസ്ഥാനും തമ്മിലാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്? നമ്മൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഭീകരവാദികൾക്കെതിരായിട്ട് പല രാജ്യങ്ങളിലെയും ഭീകരവാദ ക്യാമ്പുകളെയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ബാലാക്കോട്ടിലേക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ടെററിസ്റ്റുകൾക്ക് ട്രെയിനിങ് നൽകുന്ന ക്യാമ്പുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പുൽവാമയ്ക്ക് ശേഷം ബാലാക്കോട്ടിലേക്ക് നമ്മൾ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം? ആരാണ് അഗ്രീവ്ഡ് പാർട്ടി? ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. കാരണം വെച്ചാൽ ഈ പാകിസ്ഥാൻ നിരന്ന് ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുകയും വലിയ തരത്തിലുള്ള അലേർട്ട് ഈ പറയുന്ന ഇന്ത്യൻ അതിർത്തികളിൽ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആരാണ് ഈ കേസിൽ അഗ്രീവ്ഡ് പാർട്ടി? ആരാണ്? ഇന്ത്യ അല്ലേ? ഇന്ത്യയുടെ 26 ജീവനല്ലേ നഷ്ടപ്പെട്ടത്? പാകിസ്ഥാൻ്റെ ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. നമ്മളല്ലേ അഗ്രീവ്ഡ് പാർട്ടി? എന്ന് മാത്രവുമല്ല, ഇതൊരു പാൻ ഇന്ത്യൻ അറ്റാക്ക് അല്ലേ? ഈ അറ്റാക്കിൻ്റെ സ്വഭാവം ഒന്ന് നോക്കിയേ. എങ്ങനെയാണെന്നറിയോ? 26 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ശരിയാണ്. ഇപ്രാവശ്യത്തെ പ്ലാൻ എന്താ? ഒരു ടൂറിസ്റ്റ് സ്ഥലത്തേക്കാണ് ചെല്ലുന്നത്. എന്താണ്? കാശ്മീരിൽ മാത്രമല്ല ആക്രമണത്തിൻ്റെ ദുരന്തം സംഭവിച്ചത്, ഈ കേരളത്തിൽ ഒരാൾ മരിച്ചില്ലേ? ആരൊക്കെ മരിച്ചു? മഹാരാഷ്ട്രയിൽ നിന്ന് മരിച്ചില്ലേ? പശ്ചിമ ബംഗാളിൽ നിന്ന്, ആന്ധ്രാപ്രദേശിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, എന്തിനേറെ അരുണാചൽ പ്രദേശിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, ഒഡീഷയിൽ നിന്ന്, ഛത്തീസ്ഗഡിൽ നിന്ന്, ഇങ്ങനെ ആളുകൾ മരിച്ചിരിക്കുന്നത്. അപ്പോൾ കൊല്ലപ്പെട്ട 26 പേര് പറയുന്നത് ഈ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. ഇൻ ദാറ്റ് വേ, ആ സെൻസിലാണെങ്കിൽ അതൊരു പാൻ ഇന്ത്യൻ അറ്റാക്ക് അല്ലേ? ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്ക് ഒറ്റയടിക്ക് ഒരു അറ്റാക്ക് അല്ലേ നടത്തിയത്? അത് ചെറിയൊരു കാര്യമാണോ? ഇവിടെ നമുക്ക് മുട്ടുമടക്കി നിൽക്കാൻ കഴിയുമോ? ആ സമയത്ത് നമ്മൾ വളരെ കൃത്യമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ പറയുമ്പോൾ ആ തീരുമാനത്തോട് പ്രകോപനപരമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. മാത്രമല്ല, അവരുടെ ഒരു പ്രശ്നം എന്താണ്? ഇപ്പം ഈ പറയുന്ന കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഒരു വിഷ്വൽ പുറത്തേക്ക് വന്നു. ആ വിഷ്വൽ എന്താണെന്നറിയാവോ? അവിടെ പാകിസ്ഥാൻ്റെ ദേശീയ സുരക്ഷാകാര്യ സമിതി യോഗം ചേരുന്നതാണ്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇവിടെ നടന്നതുപോലെ തന്നെ അവിടെയും യുദ്ധം നടന്നു. അപ്പോൾ അവിടെ സേനാ മേധാവികളടക്കമുള്ള എല്ലാവരും ഇരിപ്പുണ്ട്. ആ കൂട്ടത്തിൽ അസീം മുനീർ ഇരിപ്പുണ്ട് കേട്ടോ. അസീം മുനീർ ഒരു പാഡിൽ ഒരു പേന കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയോ? ഒരു ദേശീയ സുരക്ഷാകാര്യ സമിതിയുടെ യോഗം നടക്കുമ്പോൾ ഈ പറയുന്ന അവിടുത്തെ ആർമിയുടെ ജനറൽ അവിടെ നിന്നിട്ട് സ്ക്രിബിൾ ചെയ്യുകയാണ്. എന്തോ കാര്യമായിട്ട് എഴുതിയെടുക്കണം. അങ്ങനെ കാര്യമായിട്ട് എഴുതിയെടുക്കേണ്ട ഒരു യോഗമാണോ അത്? അവിടെ പ്രധാനമന്ത്രിയൊക്കെയല്ലേ വേണ്ടത്? അത്തരം വിഷ്വൽ ഓപ്പർച്യൂണിറ്റിയിൽ പോലും പകച്ചു പോയിട്ടുള്ള ഒരാളായിട്ടാണ് അസീം മുനീർ നമ്മൾ ഇനി കാണേണ്ടത്. എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താ? അസീം മുനീറിൻ്റെ കുടുംബത്തെ നേരെ ലണ്ടനിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. അവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കളും അവരുടെ കുടുംബങ്ങളെയൊക്കെ അന്യരാജ്യങ്ങളിലേക്ക് വിടുന്നു. അവിടുത്തെ ജഡ്ജിമാരൊക്കെ അവധിയെടുത്ത് വിദേശയാത്രയിലേക്ക് പോയിരിക്കുന്നു. ഇതാ സ്ഥിതി. അസീം മുനീറിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ സംഭവത്തിന് ശേഷം? ആഫ്റ്റർ ഈ പഹൽഗാം അറ്റാക്കിന് ശേഷം അസീം മുനീറിനെ കണ്ടിട്ടുണ്ടോ? പോട്ടെ, റാവൽപിണ്ടിയാണല്ലോ ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്, ഈ സോൾജേഴ്സ് ആർമി ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഒരു പ്രസ്താവന വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാളുടെ പ്രസ്താവന വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു പ്രസംഗം വന്നിട്ടുണ്ടോ? ഇല്ല. ഇനിയിപ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? ആർമി എപ്പോഴും ചെയ്യുന്ന അങ്ങനെയാണ് പാകിസ്ഥാനിൽ. അവരൊരു പ്രശ്നം ഉണ്ടാക്കും, എന്നിട്ട് പിന്നെ അതിൻ്റെ പൊളിറ്റിക്കൽ റാമിഫിക്കേഷൻ എല്ലാം നേരിടേണ്ടത്, അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണ്. ആ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ തലയിലേക്ക് ഇത് വെച്ചു കൊടുക്കും. ഇത് പല സമയത്തായിട്ട് അവിടെ ആർമി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത് അവരുടെ ഇന്റേണൽ ഇൻസർജൻസീസ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തിട്ടാണ്. ബലൂചിസ്ഥാൻ പോലും വലിയ തലവേദന നിൽക്കുന്നു അല്ലേ? POK
ഒക്കെ വലിയ തലവേദനയായിട്ട് നിൽക്കുന്നു, പിന്നെ ഖൈബർ പങ്ക്തുവാൻ വലിയ തലവേദനയായിട്ട് നിൽക്കുന്നു, അങ്ങനെ പാകിസ്ഥാൻ ഛിന്ന ഭിന്നമാകാൻ നിൽക്കുന്നു. സാമ്പത്തികമായി അങ്ങേയറ്റം പ്രതിസന്ധിയിലേക്ക്. ഞാനൊരു കണക്ക് കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് കേട്ടോ. കാരണം വെച്ചാൽ അന്താരാഷ്ട്ര നാണയനിധി IMF എന്ന് പറയുന്ന സംഘടനയുണ്ടല്ലോ, IMF 24 പ്രാവശ്യമാണ് പാകിസ്ഥാൻ കടം കൊടുത്തിരിക്കുന്നത്. ലോകത്തൊരു രാജ്യത്തിന് ഇതുപോലെ കടം കൊടുത്തിട്ടില്ല. ഓരോ പ്രാവശ്യവും പാകിസ്ഥാനെ ബെയിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ IMF സഹായിച്ചിട്ടുണ്ട്. IMFന്റെ സഹായം നിന്നു. ഇതൊക്കെയാണ് പ്രശ്നം, പാകിസ്ഥാന്റെ പ്രശ്നം. അമേരിക്കയുടെ സഹായം നിന്നു. ഈ രീതിയിൽ സാമ്പത്തികമായും അതുപോലെ തന്നെ രാഷ്ട്രീയമായും ഛിന്നഭിന്നമാകാൻ നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ അവസാനത്തെ കച്ചിത്തുരുമ്പാന്നേ ഈ ഇന്ത്യക്കെതിരായിട്ടുള്ള ഈ പോരാട്ടം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രകോപനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂറിന് മുമ്പ് വളരെ കൗതുകരമായിട്ടുള്ള ഒരു ന്യൂസ് ഡെവലപ്മെന്റ് എന്താണെന്നറിയോ? കഴിഞ്ഞ ദിവസം തന്നെ ഷബാസ് ഷെരീഫ് പറഞ്ഞല്ലോ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, ഒരു ന്യൂട്രൽ എൻക്വയറി വേണമെന്ന്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആരാന്നറിയോ? ഖ്വാജ ആസിഫ് പറഞ്ഞിരിക്കുന്നത് എന്താ അറിയോ? ഖ്വാജ ആസിഫിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താ അറിയോ? ഐദർ റഷ്യ ഓർ ചൈന. നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഇതൊന്ന് മീഡിയേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. കാരണം എന്താ അറിയോ? പാനിക്കാണ്. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ട കാര്യം വെച്ചാൽ ഷിംല കരാർ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറയുമോ? എസ്കലേഷൻ മാത്രമല്ല, ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് പാടില്ല എന്നാണ് ഈ 71 ഈ ഷിംല കരാർ പറയുന്നത്. അതായത് എന്തെങ്കിലും ഉഭയകക്ഷി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ പിന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്നുള്ളതാണ് ഷിംല കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ്. അതിനെ വയലേറ്റ് ചെയ്യാൻ പല തവണ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുണ്ട്. പല ഇന്റർനാഷണൽ ഫോറം, അതായത് ഈ UN അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പറയും ഞങ്ങളുടെ പ്രശ്നമാണ് കാശ്മീർ, നിങ്ങൾ ഇടപെടണേ. പക്ഷെ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഷിംല കരാർ ലോകം അംഗീകരിച്ചിട്ടുള്ളൊരു കരാറാണ്. അതുകൊണ്ട് ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് പറ്റില്ല. ഇപ്പം എന്താ കളിക്കുന്നതെന്ന് അറിയാവോ? അതാ ഇൻഡസ് വാലി ഇൻഡസ് റിവർ ട്രീറ്റി ഉണ്ടല്ലോ, അതിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു. അത് വേൾഡ് ബാങ്ക് മീഡിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റിയാണ്. അപ്പം ഞങ്ങൾ ഷിംല കരാറിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നു. ഇനി വേണ്ടത് ലോകരാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട്, അതിനകത്ത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് കേട്ടോ. ഒരു സംശയം വേണ്ട, ആരൊക്കെ ഇടപെടേണ്ടത് എന്ന കാര്യത്തിനകത്ത് പാകിസ്ഥാൻ ഒരു സംശയമില്ല. ഖ്വാജ ആസിഫിന്റെ ഒരു മണിക്കൂർ മുമ്പ് വന്നിട്ടുള്ള പ്രസ്താവനയാണ് ഐദർ റഷ്യ ഓർ ചൈന ഷുഡ് മീഡിയേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇന്റർനാഷണൽ ഇൻവോൾവ്മെന്റ് കൊണ്ടുവരിക. ഇന്റർനാഷണൽ ഇൻവോൾവ്മെന്റ് കൊണ്ടുവന്നിട്ട് കാശ്മീർ വീണ്ടും ഒരു ഇന്റർനാഷണൽ വിഷയമാക്കി നിർത്തുക. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഒരു ദേശീയ രാഷ്ട്ര വികാരം ഉണ്ടാക്കുക. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ പഹൽഗാം എന്ന് പറയുന്ന അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ അറ്റാക്കിന് മുമ്പിൽ മടക്കാനൊന്നും ഇന്ത്യ പോകുന്നില്ല എന്ന് മാത്രവുമല്ല, വളരെ സമാധാനത്തോടുകൂടിയാണ് ഇന്ത്യയുടെ എല്ലാ പ്രതികരണങ്ങളും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരെങ്കിലും ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ഒരു പ്രതികരണം നടത്തുന്നത് കണ്ടിട്ടുണ്ടോ? എനി സ്റ്റേറ്റ്മെന്റ് ഫ്രം രാജ്നാഥ് സിംഗ്? ഇല്ലല്ലോ. അമിത്ഷാ ഏതെങ്കിലും തരത്തിലുള്ള അവിടെയൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്യുന്നു എന്നുള്ളതല്ലാതെ, കൃത്യമായിട്ടുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നു എന്നുള്ളതല്ലാതെ പാകിസ്ഥാനെ അടിച്ചില്ലാതാക്കി കളയുമെന്ന് അമിത്ഷാ പറഞ്ഞു. രാജ്യത്തിൻ്റെ രക്ഷാമന്ത്രിയാണല്ലോ രാജ്നാഥ് സിംഗ്, പറഞ്ഞോ പാകിസ്ഥാനെ ഞങ്ങൾ നാളെ രാവിലെ ഇല്ലാതാക്കാൻ പോവുകയാണെന്ന്, ഞങ്ങളുടെ കയ്യിലുള്ള മിസൈലുകളെല്ലാം ഞങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, ഇപ്പം തന്നെ അടിക്കും എന്ന് പറഞ്ഞു. ഇല്ല, ഇന്ത്യയുടെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രമാണ് ഇക്കാര്യത്തിൽ സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ അടിക്കടി പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകോപനപരമായ പ്രസ്താവനകളുണ്ടല്ലോ, അത് അവരുടെ ദൗർബല്യത്തെ വെളിപ്പെടുത്തുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരുടെ ദൗർബല്യവും അവരുടെ ഭയാശങ്കകളുമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ആർമിയുടെ മാനിപ്പുലേഷനിലൂടെ സംഭവിച്ചിരിക്കുന്നു. അതോടുകൂടി പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ നേതൃത്വം വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നതിൽ കേട്ടോ, ഈ പറയുന്ന ഉമ്മാക്കികളി കൊണ്ടൊന്നും ബലൂചിസ്ഥാനോട് എൻ്റെ ഒരു രാഷ്ട്രവികാരം ഉണ്ടാകും, പാകിസ്ഥാനോടൊപ്പം നിൽക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇസ്ലാമാബാദിനെതിരായിട്ട് നിലപാടെടുത്തിരിക്കുന്ന ആളുള്ള ബലൂചിസ്ഥാനികൾ എന്ന് മാത്രമല്ല, പഹൽഗാമിലെ അറ്റാക്ക് ഉണ്ടായ ദിവസം അവരവിടെ മെഴുകുതിരി കത്തിച്ച് ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആളുകളാണ് ഈ പറയുന്ന ബലൂചിസ്ഥാനിലെ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ പാകിസ്ഥാൻ ഈ രാഷ്ട്രത്തെ ഒന്നിച്ചു നിർത്താൻ വേണ്ടി ഒരു കാശ്മീർ വികാരമുണ്ടാക്കി, ആൻറ്റി ഇന്ത്യ വികാരമുണ്ടാക്കി നടത്തുന്ന ഈ നീക്കങ്ങളും പ്രകോപനപരമായ പ്രസ്താവനകളും ഒക്കെ അടിക്കടി അവരെ പിന്നോട്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവർ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിൽ കൂടിയാണ്. ആ അർത്ഥത്തിൽ ഭയാശങ്കയിൽ പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. ഓക്കെ, അതിർത്തിയിലും പ്രകോപനം തുടരുകയാണോ പാകിസ്ഥാൻ വീണ്ടും എന്നുള്ളതാണ് ചോദ്യം. സുജയ, അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ്. കാരണം നിയന്ത്രണ രേഖയിൽ തുടർച്ചയായി പാകിസ്ഥാന്റെ പ്രകോപനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു സീസ് ഫയർ വയലേഷനാണ്. അതിലേക്ക് പാകിസ്ഥാൻ കടന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിൽ പലതരത്തിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നേരത്തെ ഉണ്ണി സാർ വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് തിരിച്ചു പോകുന്നില്ല. ഇതിനൊക്കെ എടുത്തിരിക്കുന്ന നീക്കങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സൈനിക വിവരങ്ങൾ പൂർണ്ണമായി നമ്മൾ മാധ്യമങ്ങൾ തത്സമയം അത് പുറത്തേക്ക് വിടരുത് എന്നുള്ള ഒരു അഡ്വൈസറി ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. അനന്ത്നാഗിൽ ഇപ്പോൾ 175 പേരാണ് ഈ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ളത്. അത് ജമ്മു കശ്മീർ പോലീസും ആർമിയും CRPF ചേർന്നുള്ള ഒരു എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ഒരു സെർച്ച് ഓപ്പറേഷൻ ആയിരുന്നു ഈ ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷമുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത്. അതായത് ഈ ആക്രമണവുമായി നേരിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ഈ ഭീകര പ്രവർത്തനം നടത്തിയ ആളുകളെ നേരിട്ടറിയാവുന്ന ആളുകളെ ഡീറ്റെയിൻ ചെയ്യുക, അതിലേക്കാണ് കടന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കോർഡണിങ് ഓഫ്, അങ്ങനെയുള്ള തെരച്ചിലുകൾ അത് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിലും കേരളത്തിൽ നടക്കം പലരും ചോദിക്കുന്നത് എന്താണ് ഈ
ഭീകരരെ വെടിവെച്ചിടാത്തത്. പക്ഷേ ഈ 2, 3 അല്ലെങ്കിൽ 5 പേരെ വെടിവെച്ചിട്ടതുകൊണ്ട് ഈ പ്രശ്നം തീരില്ലല്ലോ. ഇതെന്ന് പറയുന്ന ഒരു ലോങ് പെൻഡിങ് ഇഷ്യൂ ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഈ ഭീകര ആക്രമണം എന്ന് പറയുന്നത് അത് ഇനി ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ പഹൽഗാമിൽ ഇവരെ വെടിവെച്ചിട്ട ആളുകളെ മാത്രം കണ്ടുപിടിച്ച് അവരെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിൽ അതിലും അദ്ദേഹം കഴിഞ്ഞ ദിവസം മധുബനിയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു തുടർച്ചയായിരുന്നു ഇന്നത്തെ മൻ കി ബാത്ത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ആ തിരിച്ചടി ഏത് തരത്തിലൊക്കെ നടത്താം എന്നതിലേക്ക് കടന്നിട്ടുമുണ്ട്. ഇപ്പോൾ ഉറി ഡാമിൽ പെട്ടെന്ന് വെള്ളത്തിനൊരു കുത്തൊഴുക്ക് വന്നതൊന്നുമല്ലല്ലോ. ജമ്മു കശ്മീരിൽ പെട്ടെന്ന് മഴ പെയ്തതുമല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. ഝലം നദി പെട്ടെന്ന് ഇരുകരകളിലേക്കും കവിഞ്ഞൊഴുകിയതും അവിടെ വിളവെടുപ്പൊക്കെ ആകാറായി നിന്ന് കൃഷിയിടങ്ങളിലേക്കടക്കം വെള്ളം ഇരച്ചു പാഞ്ഞെത്തിയതുമൊക്കെ കണ്ട് പാകിസ്ഥാൻ ഇതിനകം തന്നെ ആ ഒരു അപകടം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ടുള്ള സാഹചര്യം ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നൊരു സൈനിക നീക്കം എന്നതിനേക്കാൾ ശത്രു കുറച്ചുകൂടി പകച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യ കാത്തിരിക്കുകയാണോ എന്ന് നമ്മൾ ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പാകിസ്ഥാന് പറയാൻ കഴിയുന്നതും ചെയ്യാൻ കഴിയുന്നതുമൊക്കെ അവരിങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കും. കുറേയൊക്കെ മണ്ടത്തരം പാകിസ്ഥാന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് മുഴുവൻ പാകിസ്ഥാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, അല്ലാതെ ഇന്ത്യയുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ല. ഇവിടേക്ക് വന്ന് ഇവിടെ നമ്മുടെ വിലപ്പെട്ട ജീവനുകൾ ഇല്ലാതാക്കിയ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ പോകുന്നു, പാകിസ്ഥാനെ ഞങ്ങൾ വേട്ടയാടാൻ പോകുന്നു, ഞങ്ങളുടെ യുദ്ധോപകരണങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് ഞങ്ങൾ അയക്കാൻ പോകുന്നു, അങ്ങനെയുള്ള ഒരു പ്രതികരണവും നടത്താതെ ഇന്ത്യ വളരെ ക്ലവറായിട്ടുള്ള ഒരു തന്ത്രമാണ് ഇവിടെ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിൻ്റെ സമയപരിധി ഇന്ന് അവസാനിക്കുകയാണല്ലോ. പാകിസ്ഥാനിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ പല ആവശ്യങ്ങൾക്കായിട്ട് കഴിയുന്ന ആളുകൾ, ഷോർട്ട് ടൈം വിസ എടുത്തിരിക്കുന്ന ആളുകൾ, അവർക്ക് കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. 12 മണി വരെ കാലാവധിയുള്ളൂ. മെഡിക്കൽ വിസ ഉള്ളവർക്ക് 29-ാം തീയതി വരെ സമയമുണ്ട്. ഇതിനകം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അട്ടാരി വാഗ അതിർത്തി വഴി 272 പാക് പൗരന്മാർ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ മടങ്ങി. 100 കണക്കിന് ആളുകൾ ഇപ്പോൾ ഇന്നും നാളെയും ഒക്കെയായി, ഇന്ന് രാത്രിയാകുന്നതിനുള്ളിൽ 100 കണക്കിന് ആളുകൾ കൂടുതലായി അതുവഴി തന്നെ പോകും. ഈ 12 കാറ്റഗറിയിൽപ്പെട്ട ഷോർട്ട് ടേം വിസ ഹോൾഡേഴ്സ് അവരുടെ ഡെഡ് ലൈൻ അവസാനിക്കുമ്പോൾ പോകാതെ നിൽക്കുന്ന ആളുകളുണ്ട്. കുറേ പേരൊക്കെ മിസ്സിംഗ് ആണ്. അതായത് പാകിസ്ഥാനിൽ നിന്ന് വന്ന് ഡൽഹിയിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും കേരളത്തിലും തുടങ്ങി എല്ലാ സംസ്ഥാനങ്ങളിലും പാക് പൗരന്മാരുണ്ട്. അപ്പോൾ പലരും തിരിച്ചു പോകാതെ നിൽക്കുന്ന ആളുകളുണ്ട്. രേഖകൾ പൂർണ്ണമായും ഇല്ലാത്ത, തിരിച്ചു പോകേണ്ട, ഇവിടെ തന്നെ തുടരാമെന്ന് കരുതുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഡീറ്റെയിൻ ചെയ്യാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ത്യയിൽ 50-ലധികം പേർ തിരിച്ചു പോകേണ്ടവരാണ്. അതായത് ഷോർട്ട് ടേം വിസയിൽ വന്നിരിക്കുന്ന ആളുകളാണ്. പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ നടപടിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻ്റലിജൻസ് ഇൻപുട്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അതായത് ഇവരുടെ രേഖകളെല്ലാം പൂർണ്ണമായും ഉണ്ട്. IB ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാരെ പൂർണ്ണമായും ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കണക്കുകൾ, പല സംസ്ഥാനങ്ങളിലെയും കണക്കുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഡൽഹിയിൽ 5000 ആണ്, മഹാരാഷ്ട്രയിലും 5000+ ആണ്. അപ്പോൾ ഓരോ ഇടങ്ങളിൽ നിന്ന് ഗുജറാത്തിൽ കൃത്യമായി അവരെ ഡീറ്റെയിൻ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നടപടികളിൽ ഒന്നിലും ഒരു ലാഘവത്വം ഉണ്ടാകില്ല എന്നത് ഇന്ത്യ ഉറപ്പിച്ച മട്ടിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനായി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ 13 ഡിപ്ലോമാറ്റ്സ് അടക്കം 629 ഇന്ത്യക്കാരാണ് പാകിസ്ഥാനിൽ നിന്ന് മടങ്ങിയെത്തിയിരിക്കുന്നത്. അതായത് അവിടെ നിന്നുള്ള നമ്മുടെ ആളുകളെയെല്ലാം ഇന്ത്യയിലേക്ക് സുരക്ഷിതമായി എത്തിക്കുന്നതിനായിട്ടുള്ള നീക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഫ്ലാഗ് മീറ്റിംഗ് അടക്കം ഡിനേ ചെയ്തുകൊണ്ടുള്ള പാകിസ്ഥാൻ്റെ ആ ഒരു നീക്കം കൂടി നമ്മൾ കാണാതെ പോകരുത്. അബദ്ധത്തിൽ മരച്ചുവട്ടിൽ പോയിരുന്ന PK സിംഗിനെ വിട്ടയക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫ്ലാഗ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോലും പാക് റേഞ്ചേഴ്സ് തയ്യാറാകുന്നില്ല. 3ാമത്തെ ദിവസമാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി പാകിസ്ഥാൻ കാണിക്കുന്നു? ആ അതിർത്തി പ്രദേശത്ത് ഈ നോമാൻസ് ലാൻഡിൽ കയറുകയും അതുപോലെ തന്നെ അതിർത്തി അബദ്ധത്തിൽ ക്രോസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള പാകിസ്ഥാൻ ജവാന്മാരും ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ തന്നെ BSF കോൺസ്റ്റബിൾസും ഇതുപോലെ വന്നിട്ടുണ്ട്. അവരെയൊക്കെ കൃത്യമായി ഫ്ലാഗ് മീറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചയക്കുകയാണ് ഇന്ത്യ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതും ഒരു അവസരമാക്കി എടുക്കുകയാണ് പാകിസ്ഥാൻ. അങ്ങനെ പ്രകോപനങ്ങളുടെ കൂട്ടത്തിൽ ഈ വാക്കാൽ പറയുന്നത് മാത്രമല്ല, PK സിംഗിൻ്റെ കാര്യത്തിൽ ചെയ്തതും ഇന്ത്യയുടെ മുന്നിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഉറിയിൽ നിന്ന് വെള്ളമങ്ങ് എത്തിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ നിലപാട് 0 ടോളറൻസ് എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും, അതിപ്പോൾ റഷ്യ വന്നാലും ചൈന വന്നാലും ആരിടപെട്ടാലും ഒരു മധ്യസ്ഥ ശ്രമത്തിനും ഇന്ത്യ ഇനി നിന്നു കൊടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ തുടരെയുള്ള യോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നുള്ള ഒരു നീക്കത്തിനപ്പുറം ഘട്ടം ഘട്ടമായിട്ടുള്ള നീക്കങ്ങൾ പല ഭാഗങ്ങളിലായി നീക്കിയിട്ടുണ്ട്. പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മാധ്യമങ്ങൾക്കടക്കം നിയന്ത്രണമുണ്ട്. എന്തൊക്കെയാണ് സേനാ വിന്യാസം, എവിടെയൊക്കെയാണ് ഈ ആക്ഷൻസ് നടത്തുന്നത് എന്നതടക്കം തത്സമയം സംപ്രേഷണം ചെയ്യുന്നതിന് എല്ലാവർക്കും നിയന്ത്രണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള ന്യൂസ് ചാനലുകൾ, പാകിസ്ഥാൻ മീഡിയ, അവ ഇന്ത്യയിലേക്ക് ഈ ഫാക്ച്വൽ അല്ലാത്ത ഇൻഫർമേഷൻസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യ ഒരു യുദ്ധത്തിൽ അങ്ങോട്ടേക്ക് വന്ന് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ ഒക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ
ഒരു പാകിസ്ഥാൻ ചാനലിൽ വന്ന ചർച്ചയിൽ അവർ പറയുന്നത് ഇവിടെ നിന്നടക്കം ഞങ്ങൾക്ക് സഹായം കിട്ടും, ഇന്ത്യയിൽ നിന്നടക്കം ഞങ്ങൾക്ക് സഹായം കിട്ടും, ഞങ്ങളെ സഹായിക്കാനായിട്ടുള്ള ആളുകൾ ഇന്ത്യയിലുണ്ട് എന്നതടക്കം നമ്മളെ തമ്മിലടിപ്പിക്കുക എന്നുള്ളത്, ഇന്ത്യക്കാരെ തമ്മിലടിപ്പിക്കുക എന്നൊരു തന്ത്രവുമായി അവരുടെ ടെലികാസ്റ്റ് പോകുന്നുണ്ട് എന്നത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനി ചാനൽസിന് ഒക്കെ അടക്കം വിലക്ക് ഏർപ്പെടുത്തിയത്. നേരത്തെ തന്നെ ഗവൺമെൻറ് ഓഫ് പാകിസ്ഥാൻ്റെ IDs ഒക്കെ ആദ്യ ദിവസം തന്നെ പഹൽഗാം ആക്രമണം ഉണ്ടായതിൻ്റെ അന്നും അതിൻ്റെ അടുത്ത ദിവസവുമായി എക്സിൽ നിന്ന് അവയ്ക്കെല്ലാം ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ്. കാരണം ഇവർ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അർത്ഥസത്യങ്ങൾ അതോടൊപ്പം നുണകൾ ഇത് രണ്ടും പ്രചരിപ്പിക്കാൻ പാകിസ്ഥാൻ വലിയ രീതിയിൽ ശ്രമിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇവിടെ ഒരു അൺട്രസ്റ്റ് ഉണ്ടാവണം. ഇന്ത്യയിൽ പഹൽഗാം ആക്രമണത്തിൽ ഈ പാൻസ് അഴിച്ചും സിബൂരി നോക്കിയും ഒക്കെ ചെയ്തത് എന്തിനാണ്? അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു അൺട്രസ്റ്റ് ഉണ്ടാവണം, ഇന്ത്യയിൽ ആളുകൾ തമ്മിൽ അടിക്കണം. അതിനുവേണ്ടിയാണ് കൃത്യമായി അങ്ങനെ ഒരു മോഡസ് ഓപ്പറാൻഡിയിലേക്ക് ഭീകരരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചത്. അല്ലാത്ത പക്ഷം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നേരിട്ട് ആംസ് ആൻഡ് അമ്യൂണിഷൻസ് വെച്ച് ഏറ്റുമുട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ 4/1 പോലും ശേഷിയില്ലാത്ത രാജ്യമാണ് പാകിസ്ഥാൻ. എത്ര ദിവസം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും? അപ്പോൾ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യയിൽ ഒരു വിഭജനം ഉണ്ടാക്കുക എന്ന തന്ത്രം അവർ പരീക്ഷിച്ചു. പക്ഷേ ലക്കിലി ആ ഒരു തന്ത്രം അവർക്ക് വിജയിപ്പിക്കാൻ സാധിച്ചില്ല. നമ്മളത് നല്ല മനോഹരമായിട്ട് പരാജയപ്പെടുത്തി. അതുകൊണ്ടാണ് ഡെസ്പറേറ്റായ പാകിസ്ഥാൻ നേതാക്കളെയാണ് ഞാൻ കാണുന്നത്. ഡെസ്പറേറ്റായി നിന്ന് അവർ വെല്ലുവിളിക്കുകയാണ്. പ്രത്യേകിച്ച് കയ്യിലൊന്നുമില്ല അല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളപ്പോഴും ഞങ്ങൾ ശക്തരാണ്, ഞങ്ങൾ ഇപ്പോഴും ആക്റ്റീവാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ചില വെല്ലുവിളികൾ പോലെയാണ് പാകിസ്ഥാൻ്റെ വെല്ലുവിളികളെ നമ്മൾ കാണുന്നത്. പക്ഷേ ആണവായുധം പ്രയോഗിക്കുമെന്നൊക്കെയുള്ള വെല്ലുവിളികളെ നമ്മൾ ചെറുതായി കാണുന്നുമില്ല. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലേക്ക് ഇത് വന്ന് പതിച്ചാൽ ഉണ്ടാകുന്ന നാശനഷ്ടം എത്രത്തോളമാണ്, ആളപായം എത്രത്തോളമാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായും അവെയറുമാണ്. അതുകൊണ്ട് തന്നെ അതിന് ആ രീതിയിൽ തന്നെ തിരിച്ചടി കൊടുക്കുക എന്ന രീതിയിലേക്ക് ഇന്ത്യ കടന്നിട്ടുണ്ട്. ഇപ്പോൾ BSFൻ്റെ ഡയറക്ടർ ജനറൽ ദൽജിത് സിംഗ് ചൗധരി, അതുപോലെ തന്നെ CDS ചീഫ് ഓഫ് ആർമി, നേവി ആൻഡ് എയർഫോഴ്സ് ജനറൽ അനിൽ ചൗഹാൻ എന്നിവരടക്കം പ്രതിരോധ മന്ത്രിയുമായുള്ള ചർച്ചകൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിയുമായുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചർച്ചകളെല്ലാം കൃത്യമായി പൂർത്തിയായി വരുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി വളരെ പ്രധാനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ പല കാര്യങ്ങളിലും പാകിസ്ഥാൻ അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി അറിഞ്ഞ് അതിനുള്ള ഒരു പ്രതിരോധം തീർക്കുകയെങ്കിലും നമ്മുടെ രാജ്യത്തിന് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ലഷ്കർ ഇ തൊയ്ബ എന്ന ഭീകര സംഘടനയുമായി നേരിട്ട് ബന്ധമുള്ളവരുടെ വീടുകൾ 9 പേർ നേരിട്ട് ബന്ധമുള്ളവരാണ്. 9 വീടുകൾ ഇടിച്ചു നിരത്തിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ 3 ദിവസങ്ങളിലായി. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന, അഭിമാനമുണ്ടാക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ കശ്മീരിലുണ്ട്. എന്താണെന്നോ, നേരത്തെയൊക്കെ സൈന്യത്തിന് നേരെ കല്ലെറിയുന്ന കശ്മീരിലെ യുവാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ത്രിവർണ്ണ പതാക ഏന്തി ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാനെതിരായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, ഭീകരതയ്ക്കെതിരായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കശ്മീരികളായ യുവാക്കൾ തെരുവുകളിലുണ്ട്. നമ്മുടെ ക്യാമറയിലടക്കം എത്ര പേരാണ് വന്ന് തത്സമയം പ്രതികരണങ്ങൾ നൽകുന്നത്. അതായത് ഞങ്ങളുടെ ലൈവ്ലിഹുഡിനെയാണ്, ഞങ്ങളുടെ ജീവിതത്തെയാണ് ഈ ആക്രമണത്തിലൂടെ ഈ ഭീകരർ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്ന പൂർണ്ണ ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വേറെ തരത്തിലുള്ള പരാമർശങ്ങളോ ഒന്നും തന്നെ നമ്മുടെ നേതാക്കളുടെയോ അല്ലെങ്കിൽ ഭരണത്തലവന്മാരുടെയോ ഒന്നും ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തത്. ഇതിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാനോടുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇതുവരെ വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാനാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയവരെ പിന്തുണച്ചതും വെടിനിർത്തൽ കരാർ ലംഘിച്ചതും പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പൂർണ്ണമായും ലോകരാജ്യങ്ങളുടെ മുന്നിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വസ്തുത. നാവികസേനയുടെ അഭ്യാസ പ്രകടനമടക്കം നമ്മുടേതായ ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുമുണ്ട്. ഇനി ഒരു അനുനയ നീക്കത്തിന് ഇന്ത്യ നിന്നു കൊടുക്കില്ല എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. പ്രകോപനം തുടരുന്ന പാകിസ്ഥാന് അതിൻ്റെതായ നാണയത്തിലുള്ള തിരിച്ചുള്ള മറുപടിയാണ് ഇനി ഉണ്ടാവുക. ഈ വിഷയത്തിൽ ഞാൻ എടുക്കുന്ന ടേക്ക്, പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ ആർമി ചീഫ് അസീം മുനീർ നടത്തിയ നീക്കം എന്ന് പറയുന്നത് ഒരു പട്ടാള വിപ്ലവത്തിനുള്ള തുടക്കം കുറിക്കലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് ഇന്നിപ്പോൾ പാകിസ്ഥാനിലെ റിട്ടയർഡ് ആർമി ജനറൽസിൻ്റെ ലേഖനങ്ങൾ വരുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏപ്രിൽ 17-ാം തീയതി നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ച ഈ ഓവർസീസ് പാകിസ്ഥാൻ കൺവെൻഷനിൽ നടത്തിയ വളരെ പ്രകോപനപരമായ പ്രസംഗം എന്ന് പറയുന്നത് ഒരു തുടക്കവും തുടർച്ചയുമായിരുന്നു എന്നാണ് വിലയിരുത്തൽ. എന്താണത്? കാരണം ഇമ്രാൻഖാനുമായി ഈ അസീം മുനീറിനുണ്ടായിരുന്ന ഒരു വൈരാഗ്യം എന്നുള്ളത് ചെറുതല്ലാത്തതാണ്. ഈ മുനീർ ISIയുടെ ചീഫായിരിക്കുന്ന സമയത്ത് 8 മാസക്കാലം മാത്രമാണ് ISIയുടെ ചീഫായിട്ടിരിക്കാൻ ഇമ്രാൻഖാൻ അനുവദിച്ചുള്ളൂ. പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അസീമിനെ ആ ചുമതലയിൽ നിന്ന് മാറ്റുന്നു. ജാവേദ് ബജുവ എന്ന സൈനികാധിപനിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്ന ഇമ്രാൻഖാനെയാണ് കാണുന്നത്. ഇമ്രാൻഖാൻ്റെ നേതൃത്വത്തിലുള്ള ശക്തമായൊരു ഗ്രൂപ്പ് ഇപ്പോഴും പാകിസ്ഥാൻ്റെ ആർമിയിൽ നിയന്ത്രണത്തിലുണ്ട് എന്നുള്ളതാണ്. ആ പാകിസ്ഥാൻ ആർമിയിൽ നിന്ന് വേണ്ടത്ര സഹായങ്ങൾ നിലവിൽ പാകിസ്ഥാൻ്റെ ആർമിക്ക് കിട്ടുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതാണ് അസീം മുനീറിനെ വിരൽ പിടിപ്പിച്ചത്. എന്താണ് ആ
പ്രസംഗത്തിൽ പറയുന്നത് എന്നതുകൂടി ഞാൻ പറയാം. ഇതൊരു ചെറിയ കാര്യമല്ല. ഒരു പട്ടാള വിപ്ലവം എങ്ങനെയാണ് അസീം മുനീർ പ്ലാൻ ചെയ്തത്, ഓപ്പറേറ്റ് ചെയ്തത്, ആ പട്ടാള വിപ്ലവത്തിൻ്റെ നീക്കത്തെ യഥാർത്ഥത്തിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഞാൻ പറയാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ആ പട്ടാള വിപ്ലവം അസീം മുനീർ ലക്ഷ്യമിടുന്നത് ഒന്ന്, പാകിസ്ഥാൻ്റെ ആർമിയിൽ അസീം മുനീറിനുള്ള പ്രതാപം വീണ്ടെടുക്കുക. ആ പ്രതാപം വീണ്ടെടുക്കുന്നതോടുകൂടി നേരത്തെ ഇമ്രാൻഖാൻ അവശേഷിപ്പിച്ചു പോയ പാകിസ്ഥാൻ ആർമിയുടെ പിന്തുണ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക. നമ്പർ 2, താൻ 8 മാസക്കാലം അധിപനായിരുന്ന ISIയുടെ പരാജയം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ജാഫർ എക്സ്പ്രസ് തട്ടിയെടുത്തതിലൂടെ വ്യാപകമായ വിമർശനത്തിന് വിധേയമായിരുന്നു. ഇന്ന് അസീം മുനീറിനെ കുറിച്ച് അവിടുത്തെ ഇമ്രാൻഖാൻ അനുകൂല ആളുകൾ പറയുന്നൊരു വാചകമുണ്ട്. എന്താണെന്നറിയാമോ? പാകിസ്ഥാൻ്റെ രാജ്യത്തുടനീളം ഒരു തീവണ്ടിയിൽ യാത്ര ചെയ്യാൻ പോലും കഴിയാത്തയത്ര ഭീരുവാണ് അസീം മുനീർ എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാനിലേക്കോ ഈ പറയുന്ന സിന്ധു പ്രവിശ്യയിലേക്കോ പഷ്തൂൺ പ്രവിശ്യയിലേക്കോ പാകിസ്ഥാൻ ആർമി ചീഫിന് സഞ്ചരിക്കാൻ കഴിയില്ല എന്നതാണ് അവിടുത്തെ അപകടകരമായ അവസ്ഥ. ഏതു ഭാഗത്തും ഒരു മിലിറ്റൻസ് അറ്റാക്ക് ഉണ്ടാവാം. അതായത് ആഭ്യന്തര കലാപത്താൽ, ആഭ്യന്തര തീവ്രവാദത്താൽ വലഞ്ഞിരിക്കുന്ന ഒരു ദുർബല രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ പാകിസ്ഥാൻ്റെ ആർമി ചീഫ് സ്വന്തം നിലനിൽപ്പ് ഉറപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാനിൽ ഒരു പട്ടാള വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി നടത്തിയ പ്രകോപനപരമായ പ്രസംഗത്തിൻ്റെ തുടർച്ചയാണ് പഹൽഗാമിൽ കണ്ടത് എന്നതാണ് എൻ്റെ ടേക്ക്. ഇതിനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത് എങ്ങനെയെന്ന് ഞാൻ വിശദീകരിക്കാം. ഏപ്രിൽ 17-ാം തീയതി നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം ഞാൻ വായിക്കാം. എന്തായിരുന്നു ആ പ്രസംഗത്തിൻ്റെ ഉദ്ദേശമെന്ന് നമുക്ക് മനസ്സിലാവും. അവർ forefathers believed that we were different from Hindus in every possible aspect of life. എന്താണ് ഈ പ്രകോപന പ്രസംഗത്തിൽ? ഏതെങ്കിലും തരത്തിൽ ഹിന്ദു മുസൽമാൻ കലാപം ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ഇന്ത്യ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ? ബലൂചിസ്ഥാനിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ പങ്ക് തെളിയിക്കാൻ ഇതേവരെ പാകിസ്ഥാന് സാധിച്ചിട്ടുണ്ടോ? പാകിസ്ഥാനിൽ ഏതെങ്കിലും മുസ്ലിങ്ങളെ, ഏതെങ്കിലും ഹിന്ദു ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ്, അങ്ങനെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഇന്ത്യക്കില്ല. അങ്ങനെ ഏതെങ്കിലും ഓർഗനൈസേഷൻസ് പാകിസ്ഥാനിൽ പോയി മുസ്ലിം ജനവിഭാഗത്തെ കൊന്നൊടുക്കിയിട്ടുണ്ടോ? നമ്മൾ അപ്പോഴും ഇപ്പോഴും എപ്പോഴും പറയുന്നത് ഒരൊറ്റ വാചകമല്ലേ? പാകിസ്ഥാനിൽ ഒരു ശക്തമായ സിവിൽ സൊസൈറ്റി ഉണ്ടാവണം, ഒരു പൗരസമൂഹം ഉണ്ടാവണം, ഒരു മധ്യവർഗത്താൽ നിയന്ത്രിതമായിട്ടുള്ള ഉത്തരവാദിത്വമുള്ള സിവിൽ ഭരണകൂടം ഉണ്ടാവണം എന്നല്ലേ നമ്മൾ പറയാറ്? നമ്മൾ പാകിസ്ഥാൻ ഛിന്നഭിന്നമായി പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? പാകിസ്ഥാൻ ഛിന്നഭിന്നമായി പോയാൽ അതിൽ ഏറ്റവും കൂടുതൽ അപകടം ഇന്ത്യക്കല്ലേ? നമ്മൾ എത്രയെത്ര ഹമാസുകളെ പാകിസ്ഥാനിൽ നേരിടേണ്ടി വരും, ബലൂചിസ്ഥാനിൽ നിന്ന് നേരിടേണ്ടി വരും, പഷ്തൂണിൽ നിന്ന് നേരിടേണ്ടി വരും, പഞ്ചാബിൽ നിന്ന് നേരിടേണ്ടി വരും, റാവൽപിണ്ടിയിൽ നിന്ന് നേരിടേണ്ടി വരും, കറാച്ചിയിൽ നിന്ന് നേരിടേണ്ടി വരും. അപ്പോൾ ശക്തമായ പാകിസ്ഥാൻ തന്നെയാണ് ഇന്ത്യയുടെയും ആഗ്രഹം. പക്ഷേ പാകിസ്ഥാൻ്റെ ആർമി ചീഫായ അസീം മുനീറിനെ സംബന്ധിച്ച് അതല്ല ആവശ്യം. അദ്ദേഹം പറയുന്ന വാചകം ഇതാണ്: our religion is different, our customs are different. That was the foundation of the two-nation theory. ഇപ്പോൾ എന്തിനാണ് ഇത് ഓർമ്മിപ്പിച്ചത്, ഈ two-nation theory? ഈ ദ്വിരാഷ്ട്രവാദം അവതരിപ്പിക്കുന്നത് ആരാ? അത് മുഹമ്മദ് അലി ജിന്നയ എന്ന 1940-ൽ. എന്തായിരുന്നു ലക്ഷ്യം? പാകിസ്ഥാൻ ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല, ശക്തമായ ഇന്ത്യ വിരുദ്ധതയിലൂന്നിയ ദേശീയത അവിടെ വിൽക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതിനെ തുടർന്നാണല്ലോ ഈ two-nation തിയറിയുടെ ഭാഗമായി ഒടുവിൽ പാകിസ്ഥാൻ രൂപപ്പെടുന്നത്. ആ two-nation തിയറി ഇപ്പോൾ അസീം മുനീർ ഓർമ്മിപ്പിക്കേണ്ട കാര്യം എന്താ? ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ: ആർമിയിലുള്ള തൻ്റെ മേധാവിത്വം നഷ്ടപ്പെടുന്നു. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പഷ്തൂണിലെ, സിന്ധിലെ പ്രവിശ്യകളിലേക്ക് മിലിറ്റൻസി അടിച്ചമർത്താൻ പാകിസ്ഥാൻ ആർമിക്ക് കഴിയുന്നില്ലെന്ന് മാത്രമല്ല, ഒരു വിഭാഗം ഇമ്രാൻഖാൻ അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ പ്രകോപനപരമായ പ്രസംഗം നടത്തുന്നത്. പ്രസംഗം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഇപ്പോൾ പഹൽഗാമിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്, റെസിസ്റ്റൻസ് ഫ്രണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് നേരിട്ട് ബന്ധമുണ്ട് പാകിസ്ഥാൻ്റെ ആർമി ചീഫായ അസീം മുനീർ നടത്തിയ പ്രകോപന പ്രസംഗവും ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടന നടത്തിയ പഹൽഗാമിലെ ആക്രമണവും തമ്മിൽ. അത് വളരെ കൃത്യമായി നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. ഇനി ഇതിനെ എങ്ങനെയാണ് നമ്മൾ പരാജയപ്പെടുത്തിയത് നോക്കൂ. two-nation തിയറിയെക്കുറിച്ച് പറയുമ്പോൾ, കാശ്മീരിനെ കുറിച്ച് പറയുമ്പോൾ, ഇന്ത്യയെ എന്നെന്നും പരസ്പരം പൊരുതിക്കൊണ്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രമായി കാണാനാണ് പാകിസ്ഥാൻ ആഗ്രഹിച്ചത്. ആ വെള്ളമാണ് യഥാർത്ഥത്തിൽ നമ്മളിന്ന് വാങ്ങി വെപ്പിച്ചിരിക്കുന്നത്. എന്താണ് പാകിസ്ഥാൻ വിചാരിച്ചത്? തമ്മിലടിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറും, ഹിന്ദുക്കളും മുസൽമാന്മാരും തമ്മിൽ ഒരു വലിയ ഏറ്റുമുട്ടലുണ്ടാവുന്ന ഒരു രാജ്യമായിട്ട് മാറും എന്നുള്ളതാണ്. ഞാൻ പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇന്ത്യയിൽ ഹിന്ദുക്കൾക്ക് നേരെ ആദ്യം നിറയൊഴിക്കുന്നത് മുസ്ലിങ്ങളല്ല കേട്ടോ. ഏതെങ്കിലും തരത്തിൽ മുസ്ലിങ്ങൾക്ക് നേരെ ആദ്യം നിറയൊഴിക്കുന്നത് ഹിന്ദുക്കളുമല്ല. അത് വളരെ വ്യക്തമായ തീവ്രവാദ നീക്കമായിരുന്നു അതിന് പിന്നിലൊക്കെ ഉണ്ടായിരുന്നത്. ദീർഘകാലത്തെ ഈ സ്വാതന്ത്ര്യ സമരത്തിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും വിഭജിക്കപ്പെട്ടതിനെ തുടർന്ന് രാജ്യത്ത് വലിയ സംഘർഷമുണ്ടായത് പ്രേക്ഷകർക്കറിയാം. 1947-കളിൽ എങ്ങനെയാണ് നമ്മൾ വർഗീയമായി സംഘടിച്ച് പരസ്പരം ചേരികളിൽ ഏറ്റുമുട്ടിയത് എന്ന് നമുക്കറിയാം. അതിനുശേഷം ഏറെക്കുറെ ശാന്തമായിരുന്നു നമ്മൾ.
പിന്നീട് ഒരു ഇടക്കാലത്തിനു ശേഷം ആധുനിക ഭാരതത്തിൽ വംശീയമായ മതപരമായ സ്പർദ്ധയുണ്ടാവുന്നതും തമ്മിൽ കൂട്ടക്കൊലകൾ ഉണ്ടാവുന്നതും അതിലെ ഒരു ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ 1985 മുതലാണ് ഇത് വീണ്ടും തുടങ്ങുന്നത്. ആ സാഹചര്യങ്ങൾ പ്രേക്ഷകർക്കുള്ള ഭിന്ദ്രൻവാലയ്ക്ക് ശേഷം ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻസിന് ശേഷം പിന്നീട് സിഖ് വേഴ്സസ് ഹിന്ദു എന്ന ഡയമെൻഷനിലേക്ക് ഇവിടെ കാര്യങ്ങൾ മാറുന്നുണ്ട്. 1994 വരെ പഞ്ചാബിലെ പല പ്രദേശങ്ങളിലും സിഖ് തീവ്രവാദികളായ വിഭാഗക്കാർ ഹിന്ദു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ചെറുതും വലുതുമായ ഒരുപാട് അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ 1989 ശേഷം കാശ്മീരിൽ ഇത് പതിവായിരുന്നു. അവിടെ ഹിന്ദുക്കളെ മാത്രം തെരഞ്ഞുപിടിക്കുക, കാശ്മീരി പണ്ഡിറ്റുകളെ മാത്രം തെരഞ്ഞുപിടിക്കുക, അവരെ കൊലപ്പെടുത്തുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. നോക്കൂ, ഒരു വലിയ ലാർജ് കോണ്ടെക്സ്റ്റിൽ ഇന്ത്യക്ക് മുഴുവനെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോഴും ഹിന്ദുക്കളുള്ള പോക്കറ്റുകളെ തെരഞ്ഞുപിടിച്ച് ആക്രമണം നടത്തുന്നത് പാകിസ്ഥാന്റെ ഒരു ബ്രെയിൻ ചൈൽഡ് ആയിരുന്നു. കാരണം എന്താ? ടു നേഷൻ തിയറി അവിടെ വർക്കൗട്ട് ചെയ്യണം. ടു നേഷൻ തിയറി വർക്കൗട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇന്ത്യ വീക്കാവും. പാകിസ്ഥാൻ എങ്ങനെയാണോ ദുർബലമാവുന്നത്, തമ്മിലടിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറും. മുസൽമാന്മാർ ഹിന്ദുക്കൾക്കെതിരെയും ഹിന്ദുക്കൾ മുസൽമാന്മാർക്കെതിരെയും മാറും. അവിടെ ആ സ്ട്രാറ്റജി മൂലം എത്രയെത്ര മനുഷ്യരെയാണ് ജീവൻ നഷ്ടപ്പെട്ടത്. നോക്കൂ, ലുധിയാനയിൽ ട്രെയിൻ ബോംബിംഗ് 91 125 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ദൗളാസ് ബ്ലാസ്റ്റിൽ രാജസ്ഥാനിൽ 14 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. കോയമ്പത്തൂർ ബോംബിംഗ് 58 പേർക്കാണ് നഷ്ടപ്പെട്ടത്. ഇത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ആലോചിക്കൂ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലുള്ള ഹിന്ദു വിഭാഗത്തെ കൊന്നൊടുക്കൽ ഇന്ത്യ പിടിച്ചെടുക്കാമെന്ന ആഗ്രഹമല്ല. ഹിന്ദുക്കളെ ഏതെങ്കിലും തരത്തിൽ ട്രെയിൻഡ് ആയിരിക്കുന്ന ഈ പറയുന്ന ചാവേറുകൾ ആക്രമിക്കുമ്പോൾ മുസ്ലിം വിഭാഗത്തിനെതിരെ ഇന്ത്യക്കുള്ളിൽ ഒരു വികാരം രൂപപ്പെടുമെന്നും ആ ഇസ്ലാമോഫോബിയ മൂലം ഇന്ത്യ സ്വയം ദുർബലമാകുമെന്നുമുള്ള കണക്കുകൂട്ടലാണ്. ഈ സ്ട്രാറ്റജിയാണ്. 100-ലേറെ ആക്രമണങ്ങളാണ് ഇങ്ങനെ ടാർജറ്റഡായ ഹിന്ദു പോപ്പുലേഷന് നേരെ നടത്തിയിരിക്കുന്നത്. ഓർമ്മിക്കണം, ഇതിനൊരിടത്ത് പോലും ഇന്ത്യൻ മുസൽമാൻ്റെ, രാജ്യസ്നേഹിയായ ഒരു ഇന്ത്യൻ മുസൽമാൻ്റെയും പിന്തുണ കിട്ടിയിട്ടില്ല എന്നുള്ളിടത്താണ് ഈ ടു നേഷൻ തിയറിയുടെ മിലിറ്ററി ഓപ്പറേഷൻസ് പാകിസ്ഥാൻ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒപ്പം ഇന്ത്യയിൽ ഈ നിലപാടെടുത്ത രാഷ്ട്രീയ നേതൃത്വത്തെ അഭിനന്ദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എങ്ങനെ ഇത് പരാജയപ്പെടുത്തിയത്? ഈ അസീഫ് മുനീറിന് വേണ്ടിയിട്ട് നമ്മൾ തലവെച്ച് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ തെരുവുകളിൽ മുസൽമാന്മാർ ഹിന്ദുക്കൾക്കെതിരെ അല്ലെങ്കിൽ ഹിന്ദുക്കൾ മുസൽമാന്മാർക്കെതിരെ എന്ന മട്ടിലേക്ക് ഇറങ്ങിത്തിരിക്കുമായിരുന്നു. ഒരിടത്തും ഒരു വാക്ക് പോലും ആരും മിണ്ടിയിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞ ബീഹാറിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി കലിമ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല, മുസൽമാൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. വേണമെങ്കിൽ പ്രധാനമന്ത്രിക്ക് വിശദീകരിക്കാമായിരുന്നു അവരെങ്ങനെയാണ് തീവ്രവാദികൾ വന്ന് നമ്മളുടെ ഹിന്ദു സഹോദരങ്ങളെ കൊലപ്പെടുത്തിയത് എന്ന വാക്ക് പ്രധാനമന്ത്രി ഉപയോഗിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ഇവിടെ ഹിന്ദു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല, മുസൽമാൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല, കലിമ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. വളരെ മിതമായ ഭാഷയിൽ അന്തർദേശീയ സമൂഹത്തോടാണ് ഇത് ഇന്ത്യയുടെ ആത്മാവിന് നേരെയുള്ള ആക്രമണം എന്ന മട്ടിലാണ് പ്രധാനമന്ത്രി അത് പറഞ്ഞത്. ഇന്നും പ്രധാനമന്ത്രി മൻ കി ബാത്ത് പ്രധാനമന്ത്രി ഹിന്ദുക്കളുടെ മാത്രം പ്രധാനമന്ത്രിയല്ല, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. ആ രീതിയിലാണ്. അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. ഇത് പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ കൂടി ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഉപയോഗിച്ച ടെർമിനോളജി വളരെ പ്രധാനപ്പെട്ടതാണ്. RSSന്റെ ഹെഡ്ക്വാർട്ടറിൽ നിന്നെത്തിയ പോസിറ്റീവായ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ? RSS ഏതെങ്കിലും തരത്തിൽ അതിനെ വർഗീയമായി ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ദത്താത്രേയ ഹോസബളയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു, ടൂറിസ്റ്റുകൾക്ക് നേരെയുള്ള ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്, ഇവിടെ ഹിന്ദുക്കൾക്ക് നേരെ നിറയൊഴിക്കുകയില്ല. നോക്കൂ, ഈ കരുതിക്കൂട്ടിയുള്ള കരുതലോടുകൂടിയുള്ള സംയമനത്തോടു കൂടിയുള്ള ഇന്ത്യൻ സ്റ്റേറ്റിന്റെ പ്രതികരണം പാകിസ്ഥാനെ ആശങ്കപ്പെടുത്തുകയാണ്, അസീം മുനീറിനെ ആശങ്കപ്പെടുത്തുകയാണ്. അതിന്റെ കാരണം എന്താ? ഇന്ത്യൻ നേതൃത്വം ഒരു സിവിക് റെസ്പോൺസിബിൾ ഗവൺമെന്റ് ആണ്. പാകിസ്ഥാനിൽ ഇല്ലാത്തതും ഉത്തരവാദിത്വം ഇല്ലാത്തൊരു സർക്കാരാണ്. നമുക്കുള്ളതാവട്ടെ ഉത്തരവാദിത്വമുള്ള സർക്കാരാണ്. അതുകൊണ്ട് ഒരൊറ്റയാൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, അതോ പ്രധാനമന്ത്രി മാത്രമാണ്. പ്രധാനമന്ത്രി 16 രാജ്യങ്ങളിലെ നേതാക്കന്മാരോട് ഫോൺ വിളിച്ച് കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിക്കുന്നു. അവിടെ ഒരു ആഭ്യന്തര സംഘർഷത്തിന്റെ മുതലെടുപ്പ് നടത്താൻ ഇന്ത്യയിൽ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ്. മറ്റൊന്ന്, നമ്മൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്നത് ഇന്ത്യൻ പൗരസമൂഹത്തിന്റെ കരുത്താണ്. നമ്മൾ കണ്ടല്ലോ ആതിര ആരെക്കുറിച്ചാണ് പറയുന്നത്, ആരെക്കുറിച്ചാണ്? തൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയ ഭീകരവാദികളിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച് തിരിച്ച് പഹൽഗാമിലേക്ക് കൊണ്ടുവരുന്ന സമീറിനെ കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടതല്ലേ, മുസാഫിറിനെ കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടതല്ലേ. എന്ത് വാക്കാണ് ഉപയോഗിച്ചത്? അവർ കാശ്മീരിലുള്ള എൻ്റെ സഹോദരങ്ങളാണ് എന്നാണ്. ഇന്നിപ്പോൾ ഇതേ സമീറും ഇതേ മുസാഫിറും നമ്മളുടെ പ്രതിനിധി ആദിൽ പാലോടിന് കൊടുത്ത പ്രതികരണത്തിൽ എന്താ പറയുന്നത്? കേരളത്തിലുള്ള എൻ്റെ സഹോദരിയാണ് ആരതി എന്നാണ്. കാശ്മീരിൽ എനിക്ക് 2 സഹോദരങ്ങളെ കിട്ടി എന്ന് അച്ഛൻ നഷ്ടപ്പെട്ട ആരതി പറയുമ്പോൾ കേരളത്തിൽ അച്ഛൻ നഷ്ടപ്പെട്ട മകൾ എൻ്റെ സഹോദരിയാണെന്ന് മുസാഫിറും സമീറും പറയുമ്പോൾ ഈ അസീം മുനീർ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. പാകിസ്ഥാൻ ആർമി പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. ആദിൽ ഹുസൈൻ ഷാ തൻ്റെ പോണിപ്പുറത്ത് വന്ന ഈ യാത്രക്കാരനെ സംരക്ഷിച്ചു പിടിച്ചു നിർത്താൻ വേണ്ടി ജീവൻ ബലി കൊടുക്കുമ്പോൾ രക്തസാക്ഷിത്വം അണിയുമ്പോൾ ഈ അസീം മുനീർ
മുനീറിന്റെ 2 നേഷൻ തിയറി പരാജയപ്പെട്ടു പോയി എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തുടർച്ചയായി പാകിസ്ഥാൻ എത്ര പ്രകോപനം നടത്തിയാലും ആ പ്രകോപനത്തിൽ ഇന്ത്യ വീഴില്ല എന്ന് മാത്രമല്ല, ശക്തമായ തിരിച്ചടിക്കൊരുങ്ങുകയാണ് ഇന്ത്യ. നോക്കൂ, ഉറിയിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടിരിക്കുന്നു, ഉറി ഡാമിൽ നിന്ന്. അതിന്റെ ഭാഗമായി ഹട്യാബാലയിൽ ഇപ്പോൾ ഒരു വാട്ടർ എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുന്നു. തീർച്ചയായിട്ടും സിന്ധു നദീജല കരാർ പ്രകാരം വളരെ പെട്ടെന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ലായിരിക്കാം, കാരണം വലിയ ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ സമയമെടുക്കും. പക്ഷേ അപ്രതീക്ഷിതമായി വെള്ളം തുറന്നുവിടാൻ പറ്റും. അപ്രതീക്ഷിതമായി വെള്ളം അല്ല, ഇന്ത്യക്ക് ബാധ്യതകളില്ല. ഇന്ത്യ മുന്നറിയിപ്പ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാം. ഇപ്പൊ കരാർ റദ്ദാക്കിയതോടുകൂടി അന്തർദേശീയ സമൂഹത്തിന് മുന്നിലോ പാകിസ്ഥാനിലോ നമുക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റില്ല. എപ്പോൾ വെള്ളം കൂടുതലാവും കുറവാവും എന്നറിയാതെ ഒരു സമൂഹം, ഒരു കർഷക സമൂഹം പഞ്ചാബിലും സിന്ധിലും ഉണ്ടാവും. അത് പഞ്ചാബും ഈ സർക്കാരിന് നേരെ ഉണ്ടാക്കുന്ന സമ്മർദ്ദം ചെറുതല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ ഈ സൈക്കോളജിക്കൽ വാർഫെയറിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തതായി വരാൻ പോകുന്നത് എന്താ? ഒരു സമ്പൂർണ്ണ ട്രേഡ് സാങ്ഷനാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായി അട്ടാരി വാഗ ബോർഡർ 2019 അടച്ചതിന് ശേഷം കണക്ക് കൂട്ടി നോക്കിയ $3886 കോടി നഷ്ടപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. ഇത് ചെറുതല്ലാത്ത കണക്കാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിൽ 60% രാസ ജൈവ വസ്തുക്കളുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ് ഉണ്ട്. ഇതുപ്രകാരം $44.2 ലക്ഷം പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. അതേസമയം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതാവട്ടെ $4.2 lakh മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഉപരോധം പാകിസ്ഥാനെ സംബന്ധിച്ച് സാമ്പത്തികമായി ഞെരുക്കും. ഇന്ത്യയുടെ നദീജല കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാനെ സംബന്ധിച്ച്, കർഷക സമൂഹത്തെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കും. അതിനേക്കാൾ പാകിസ്ഥാനിൽ ആശങ്കയേറ്റുന്നത് എന്തു പറഞ്ഞിട്ടും തമ്മിൽ തല്ലാത്തൊരു ജനതയാണ് ഇന്ത്യ എന്ന പ്രതീതി ഇതിനകം തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നു. അതിന് ഇന്ത്യൻ നേതൃത്വം, ഭരണ നേതൃത്വവും ഇന്ത്യയുടെ പൗരസമൂഹവും വഹിക്കുന്ന പങ്ക് ചെറുതല്ല. നമ്മൾ ഈ നിലയിൽ തന്നെ തുടരും. നാവികസേനയും കരസേനയും അലേർട്ടിലുമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എത്രമാത്രം ഇന്ത്യയെ പ്രകോപിപ്പിച്ചാലും, എത്രമാത്രം അസീം മുനീർ ആവട്ടെ, അതല്ലെങ്കിൽ ഖ്വാജ ആസിഫ് പ്രതിരോധ വകുപ്പ് മന്ത്രിയാവട്ടെ, ഹനീഫ് അബ്ബാസി ആവട്ടെ, ഇന്ത്യക്കെതിരെ എത്രമാത്രം മിസൈലുകൾ നിങ്ങൾ തിരിച്ചുവെച്ചു എന്ന് പറഞ്ഞാലും, നിങ്ങൾ സിന്ധു നദിയിലൂടെ ഇന്ത്യക്കാരുടെ രക്തമൊഴുക്കുമെന്ന് ബിലാവൽ ഭൂട്ട പറഞ്ഞാലും, ഇന്ത്യയിലെ പൗരസമൂഹം ഒരുമിച്ചൊറ്റക്കെട്ടായി നിൽക്കുക തന്നെ ചെയ്യും. ആ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ആത്മാവിൻ്റെ 7 അയലത്ത് തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നതാണ് വാസ്തവം. 26 രക്തസാക്ഷികളുടെയും ജീവൻ നഷ്ടപ്പെട്ടത് വെറുതെയാവില്ല. ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞ ആ വാക്കിങ്ങനെയാണ്, ന്യായം ലഭിക്കും, നീതി ലഭിക്കും, അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലേക്ക് പോകുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. ന്യായ് മിലേങ്കെ ന്യായ് മിൽക്കർ കരേങ്കെ എന്നാണ് ഈ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നമ്മളതിൽ വിശ്വസിക്കുന്നു. പ്രകോപനം തുടരുന്നു എന്നാണ് ചോദ്യം. നിശ്ചയമായും പ്രകോപനം തുടരുകയാണ്. അത് റെയിൽവേ വകുപ്പ് മന്ത്രി അടക്കം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പാകിസ്ഥാനിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഇത് നടക്കൂ? റെയിൽവേ വകുപ്പ് മന്ത്രി വന്നിരുന്നിട്ട് പറയാണ് ഇന്ത്യക്കെതിരെ മിസൈൽ തൊടുത്തു വെച്ചിട്ടുണ്ട്. ഇത് പറയാൻ അയാൾ ആരാണ്? ഈ റെയിൽവേ വകുപ്പ് മന്ത്രി ഗവൺമെന്റ് ഇപ്പോൾ അവിടെ ഭരിച്ചു. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ത്യയിൽ ഒരു ഡിവിഷൻ അവർ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. പക്ഷേ അവിടുത്തെ ഡിവിഷൻ ഒന്ന് അടച്ചു നോക്കിയാൽ, അവിടുത്തെ ഡിവിഷൻ ഞാൻ പറയുന്ന കാര്യം അറിയോ, അവിടെ ജനങ്ങൾ ഈ സർക്കാരിനോടൊപ്പം ഇല്ല. കാരണം എന്താ അറിയോ, ഈ പാകിസ്ഥാനിലെ മോസ്റ്റ് പോപ്പുലർ ലീഡർ ആരാ? ഇമ്രാൻഖാനാണ്. ഇമ്രാൻഖാൻ ഇപ്പൊ ജയിലിലാണ്. ഇമ്രാൻഖാന് വേണ്ടിയിട്ട് പുറത്ത് ജനങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി അവിടുത്തെ ഗവൺമെന്റ് അൺപോപ്പുലർ ആയിരിക്കുകയാണ്. അവർക്ക് അവിടുത്തെ ജനങ്ങളുടെ പിന്തുണയില്ല. അങ്ങനെ ജനപിന്തുണയില്ലാത്തൊരു സർക്കാരാണ് ഇന്ത്യയിലെ. സർക്കാരിലുള്ളവർക്ക് തന്നെ പരസ്പരം ഒരു യുനാനിമസ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയനും ഇല്ല. ഇല്ല എന്ന് മാത്രമേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഷബാസ് ഷെരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി എപ്പോഴാണ് വാതുറന്നേ? അതിനു മുമ്പ് ആദ്യം പ്രതികരിച്ച ആരാ? പ്രതിരോധ മന്ത്രി. അത് കഴിഞ്ഞിട്ട് സംസാരിച്ച ആരാണ്? ഫോറിൻ മിനിസ്റ്റർ. പിന്നെ സംസാരിച്ച ആരാണ്? ഇന്റേണൽ മിനിസ്റ്റർ. അവരുടെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് ഇന്റേണൽ മിനിസ്റ്ററാണ് സംസാരിച്ചത്. പിന്നെ റെയിൽവേ. അതിനു ശേഷമാണ് ഈ പറയുന്ന ഷബാസ് ഷെരീഫ് സംസാരിച്ചത്. ഇതിൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്ന ഈ കാശ്മീർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു നോർമൽസി വന്നിരിക്കുന്നു എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. കാരണം വെച്ചാൽ നോർമൽസി എന്താ? നോ റിക്രൂട്ട്മെൻ്റ് ആണ്. ഈ പറയുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷനിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റും നടക്കാതെ ഒരു സാഹചര്യം കാശ്മീർ താഴ്വരയിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്ന അലാമിംഗ് ആണ്. പാകിസ്ഥാൻ അവർ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടൊരു പദപ്രയോഗമുണ്ടല്ലോ, ഈ അസീം മുനീർ പറഞ്ഞുകൊണ്ടിരുന്ന പദപ്രയോഗമാണ്, ഈ കഴുത്തിലെ സിരയാണ് കാശ്മീർ എന്നാണ് പറഞ്ഞത്. ജോഗ്ലർ വെയിൻ എന്നൊരു സ്ഥിരം അവരുടെ പ്രയോഗമാണ്. ആ കഴുത്തിലെ സിര നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കഴുത്തിലെ സിരയെ എന്നും അവർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരു തന്ത്രമാണ്. ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം, നമ്മളുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആരാ കൊടുക്കുന്നത്? ഒന്ന് പ്രധാനമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ബീഹാറിൽ, അത് അന്തർദേശീയ സമൂഹത്തിനുള്ളായിരുന്നു. അതിനുശേഷം വിക്രം മിശ്രയാണ് സംസാരിക്കുന്നത്, നമ്മുടെ ഫോറിൻ സെക്രട്ടറിയെ സംസാരിക്കുന്നത്, എക്സ്റ്റേണൽ അഫയേഴ്സ് സെക്രട്ടറിയെ സംസാരിക്കുന്നത്. വളരെ കൃത്യമായിട്ടല്ലേ അച്ചടിച്ച്, വളരെ കൃത്യമായി. ഒരു കാര്യം കൂടി, ഒന്ന് മിസ്കലീറ്റ് ചെയ്യാതെ വളരെ കൃത്യമായി ക്യാപ്റ്റൻ അബയൻസ് എന്നാ പറഞ്ഞത്, റദ്ദാക്കി എന്ന് പോലും അല്ല പറഞ്ഞത്. അതിനെ തുടർന്നാണ് ഡെസ്പറേറ്റ് ആയിട്ട് സിംല കരാർ റദ്ദാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പാകിസ്ഥാന്റെ പ്രകോപനം വരുന്നത്. യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ ഉത്തരവാദിത്വമുള്ള ഒരു ഭരണകൂടമില്ല എന്ന് തെളിയിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ രാജ്യത്ത് അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ റെയിൽവേ മന്ത്രി കയറിയിട്ട് പറയുക പാകിസ്ഥാനിലേക്ക് തിരിച്ചടിക്കും എന്ന് പറയുക. എന്നെ ഏറ്റവും
കൂടെ അത്ഭുതപ്പെടുത്തിയത് BJP-യിലെ ഒരു നേതാവ് പോലും RSS-ലെ ഒരു നേതാവ് പോലും ഈ പറയുന്ന പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ശശി തരൂർ ഇത് നടത്തിയത് വളരെ കരുതലോടുകൂടിയുള്ള പ്രതികരണമാണ്. എനിക്ക് കൊടുത്തിരിക്കുന്ന ബൈറ്റിൽ എന്താ പറഞ്ഞത്, ഇപ്പോൾ ഇന്റലിജൻസ് ഫെയിലിയറിനെ കുറിച്ച് സംസാരിക്കേണ്ട സമയമല്ല. ശരിയാണെന്നേ, നമ്മൾ ഇന്റലിജൻസ് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, സർക്കാർ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കറിയില്ല. നമ്മളിപ്പോൾ ബലാക്കോട്ട ഈ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം നമ്മൾ പ്രതീക്ഷിച്ചെന്താ, പാകിസ്ഥാൻ തിരിച്ചടിക്കുന്ന അനങ്ങിയില്ലല്ലോ. പാകിസ്ഥാൻ, നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാൻ ഇതേപോലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിപ്പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ഇന്ത്യ പ്രതികരിക്കൂലേ? അനങ്ങാൻ കഴിയില്ല പാകിസ്ഥാനെ സംബന്ധിച്ച്. ഇപ്പോൾ നോക്കൂ, അറബിക്കടലിൽ നമ്മൾ മിസൈൽ ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. INS വിക്രാന്തും INS സൂറത്തും ഫ്ലീറ്റ് ഇറക്കി കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് ആകെയുള്ള 8 സബ്മറൈനിൽ 2 സബ്മറൈനേ ഉള്ളൂ. 6 എണ്ണം വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടിരിക്കുക. അവിടെയുള്ള പല വാർഫെയർ മെഷീൻസും വർക്ക് ചെയ്യുന്ന പോലും ഇല്ല. അത് മാത്രമല്ല, ഈ അവിടുത്തെ ഈ നേവി ചീഫ് പോയിട്ട് ഈ അസീം മുനീറിനോട് പറഞ്ഞു, നിങ്ങൾ ഏത് സമയത്താണ് ഇതൊക്കെ ഈ ഇന്റർനാഷണൽ ഏജൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്, നമുക്കൊരു പിന്നെ ഡയറക്റ്റ് ഇൻഫർമേഷൻ ഒന്നുമില്ല. കൃത്യമായിട്ട് അയാൾ പോയി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഏത് സമയമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? എൻ്റെ കയ്യിൽ ഇവരുമായിട്ട് സ്ട്രൈക്ക് ചെയ്യാനായിട്ട് വേണ്ടുള്ള സബ്മറൈൻസ് ഇല്ല. ആ സബ്മറൈൻസ് ഇല്ലാത്ത സമയത്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് റിയാക്ട് ചെയ്യാന്നുള്ളതാണ്. 8 സബ്മറൈനിൽ 6 എണ്ണം ഈ പറയുന്ന പണിശാലയിൽ കയറ്റിയിട്ടിരിക്കുക പണിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെ അവിടെ സാമ്പത്തിക ഞെരുക്കം കാരണം എടുക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഇനി നേരിടാൻ പോകുന്ന അടുത്ത ക്രൈസിസ്. അതാണ് ഈ പറയുന്ന പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകൾ, ഇപ്പോൾ ഹാട്ടേൻ ബാല, ഈ പറയുന്ന പ്രദേശങ്ങളിൽ വെള്ളമില്ലെങ്കിൽ, അവിടുത്തെ കൃഷി ചെയ്യുന്നില്ലെങ്കിൽ അവിടുത്തെ അവരാണ് ഫീഡ് ചെയ്യുന്നത് പാകിസ്ഥാനെ. നോക്കൂ, നിങ്ങൾ പിടിച്ചിരിക്കുന്ന ജൂക്ലർ വെയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ കഴുത്തിലെ സിരയാണ് നിങ്ങൾ പിടിച്ചിരിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അവർ തന്നെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്ന ഒരു വലിയ ദാരിദ്ര്യത്തിലേക്കാണ് ആ രാജ്യം പോകാൻ പോകുന്നത്. ഇനി അത് വേറൊരു കാര്യമുണ്ട് വെച്ചാൽ, നേരത്തെ അരുൺ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഏതാണ്ട് ഈ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് കേട്ടോ. ചെറിയ ഇഷ്യൂ അല്ല. മരുന്നുകൾ പാകിസ്ഥാനിലേക്ക് ഏറ്റവും കൂടുതൽ നൽകുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ ഒരു വലിയ മാർക്കറ്റാണ് പാകിസ്ഥാൻ, സ്വാഭാവികമായിട്ടും. പക്ഷേ ഇന്ത്യക്ക് അത് വേണ്ട എന്നങ്ങ് ഇന്ത്യ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ഈ ട്രേഡ് ലിങ്ക്സ് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽസിന്റെ ആ സപ്ലൈ അങ്ങോട്ട് നിലയ്ക്കാൻ പോവുകയാണ്. ചിലപ്പോൾ മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കുമായിരിക്കും, പക്ഷേ ഇമ്മീഡിയറ്റ് ഫ്ലോ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നായിരുന്നു. നോക്കൂ സാർ, യൂറോപ്പിലേക്ക് കൊടുക്കുന്നത്, നമ്മൾ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്നത്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ നെറ്റ്വർക്കാണ്. അപ്പോൾ ആ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും ഈവൻ നമ്മൾ ലോകത്തിന് വേണ്ടി വാക്സിൻ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ തീരുമാനിച്ച രാജ്യമല്ലേ, സിറം നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിച്ചതല്ലേ. അപ്പോൾ അതൊന്നും പാകിസ്ഥാനിൽ ഇന്നവർ സ്വപ്നം പോലും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ പാകിസ്ഥാന് വിനാശകാലേ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നമുക്കൊരു ചെറിയ ഇടവേള വേണം. തുടരുന്നു എന്നായിരുന്നു ചോദ്യം. 3 പേരുടെയും അഭിപ്രായം ഏസ് എന്ന് തന്നെയാണ്. Meet the editors.